ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഇന്ന് ഞങ്ങൾ ഗസ്റ്റ് ബീച്ചിൽ പോകുകയാണ്. എൻ്റെ അമ്മയും അമ്മയുടെ ഫ്രണ്ട്സും എൻ്റെ സാറന്മാരും ഞങ്ങളെല്ലാവരും കൂടെ ഗസ്റ്റ് ബീച്ചിൽ അടിച്ചു വിളിക്കാൻ പോകുകയാണ്. അപ്പോൾ ഗൈസ്, കുഞ്ഞാറ്റ മാത്രമല്ല, കുഞ്ഞാറ്റയുടെ അമ്മയും ഇപ്രാവശ്യം വോയിസിലുണ്ട്. ഇന്ന് ശരിക്കും നല്ല മഴയുള്ളൊരു ടൈമാട്ടോ. ഈ ഒരു മഴയത്താണ് ഞങ്ങൾ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് മോളിതായിരിപ്പുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. കണ്ടോ ഞങ്ങളുടെ ഡ്രൈവർ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ സാധനങ്ങളെല്ലാമായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ നല്ല മനോഹരമായ കാഴ്ച. ആകാശം നോക്കിക്കേ, ഭയങ്കര മഴക്കാറ്. ഞങ്ങൾക്കൊരു ചെറിയ ടെൻഷനുണ്ട്, ഫ്ലോപ്പ് ആകുമോ, കാരണം അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് കുക്ക് ചെയ്യണം, പിന്നെ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കടലിൽ കളിക്കണം. ഇതൊക്കെ ആയിട്ട് വലിയ പ്ലാനിങ്ങിൽ ഞങ്ങളങ്ങനെ പോകുക. കണ്ടു ഈ കാണുന്നതൊക്കെ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ താമസമായിട്ടുള്ള. ഇനി അങ്ങോട്ടങ്ങോട്ട് പോകും തോറും അങ്ങോട്ടങ്ങും ഫുൾ കാടാണ്. വലിയ വലിയ കാടുകളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ പരിചയമുള്ളവരാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഈ തിരിച്ചു വരാൻ, അവിടെ ചെന്നാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചുറ്റിപ്പോവും. കാരണം ഇത്തിരി ഉള്ളിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ ഈ സെയിം വഴി കാണും. കണ്ടോ, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ വഴി കണ്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ദിശ അറിയാതെ നമ്മൾ പെട്ടുപോകും. പിന്നെന്താ, ഞങ്ങൾ ശരിക്കും ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും നടക്കാനായിട്ട് ഈ വഴി വരും. ഒരു 1/4 മണിക്കൂറോളം നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകും. ഇവിടെ കൂടുതലും ഈ കാണുന്നതെന്ന് പറയുന്നത് തെങ്ങും ആൽമരവും. കണ്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടോ, ചേച്ചി ഇതാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, സാറന്മാരെല്ലാവരും ഒരു മഴ നനഞ്ഞിരിക്കുക കേട്ടോ. പിന്നെന്താ, ആൽമരവും പിന്നെ കൂടുതലും ഇതൊക്കെ ഇവിടെയാണ് കാണുന്നതും. പിന്നെ ഈ പ്രദേശത്ത് അങ്ങനെ പ്രത്യേകിച്ച് ആൾത്താമസം ഇല്ലയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ മറ്റേ ഗസ്റ്റുകളൊക്കെ ശരിക്കും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഗസ്റ്റുകളെയും കൊണ്ടൊക്കെ ഇത് വഴിയാണ് വരുന്നത്. പിന്നെന്താ, കുഞ്ഞാറ്റ എന്താ ഒന്നും പറയാത്തത്, പറഞ്ഞ എന്തേലും? ഗൈസ്, ഞാൻ കടലിലിറങ്ങാൻ ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട്. പക്ഷെ ഞാനിവിടെ വന്നിട്ട് 1 വർഷത്തിൽ കൂടുതലായി ഇതുവരെ എനിക്ക് സ്വിമ്മിങ് അറിയത്തില്ല. പക്ഷെ ഇന്നെങ്കിലും എനിക്ക് ഇച്ചിരി സ്വിമ്മിങ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് സ്വിമ്മിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് ഒരാൾ വരുന്നത്. അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മുടെ സ്ഥലം. ഞങ്ങളെല്ലാവരും ഇറങ്ങിയതാ, മോള് പോകുക. ഇന്ന് നീന്തലെല്ലാം പഠിച്ചിട്ട് വരുത്തോളെന്നും ചേച്ചിയും സാറന്മാരും എല്ലാം മുമ്പേ പോവുക. കാരണം അവർ ചെന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം. പിന്നെ മഴ നനയാതെ കുക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളെല്ലാം നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് ഞാനും മോളും കൂടെ വേറൊരു സ്ഥലത്തോട്ട് ഞങ്ങൾ പോകുന്നു. കണ്ടോ കടലിൻ്റെ കളർ കണ്ടോ. എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരേ ഒരു കാര്യം ഈ കടലിൻ്റെ ഈ കളറും ഈ ഒരു ബീച്ചിൻ്റെ ഭംഗിയും. അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗി തന്നെ. അങ്ങനെ എല്ലാവരും സാധനങ്ങളെല്ലാം അവിടെ മൊബൈലും കാര്യങ്ങളും എല്ലാം വെച്ചു. ഇനി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കണം. അതൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ. കണ്ടോ മഴവില്ല് കണ്ടോ, നല്ലൊരു മനോഹരമായ കാഴ്ചയായിരുന്നു അത്. പിന്നെ മോളും സാറും എല്ലാവരും കടലിൽ ഞങ്ങൾ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ ആദ്യമേ അത്. കാരണം ഇനി മഴയും കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാം. കണ്ടോ ഞാൻ മഴവില്ലൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് സ്വിമ്മിങ്ങിനൊക്കെ പോകാനായിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പം ഞങ്ങൾ കടലിലിറങ്ങാൻ പോവാം. നേരത്തെ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇത്രയും വെള്ളവും കടൽ കയറിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് കടൽ കയറിയിട്ടുണ്ട്. കണ്ടോ മരവും തെങ്ങെല്ലാം കടപുഴകി വീണ് കിടക്കുന്ന ഒത്തിരി. ചേച്ചിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇതേൻ്റെ ഓടിപ്പോയി വെള്ളത്തിൽ കിടക്കുക. കാരണം അടിപൊളി. പക്ഷെ കടലൊരിച്ചിരി ഇതാണ് കണ്ടിട്ട്. പക്ഷെ എന്നാലും നീന്തറിയാവുന്ന 1-2 പേരുണ്ട്. ഞങ്ങൾ ഇനി കുക്കിങ്ങിലോട്ട് ഞങ്ങൾ പോകും. നൂഡിൽസ് കുക്ക് ചെയ്യാനുള്ളതാണ്. സാറ് തൻ്റെ പാചകമൊക്കെ തുടങ്ങി. പിന്നെ ഹെൽപ്പിങ്ങിന് എല്ലാവരും കൂടെ വെള്ളത്തിലിറങ്ങി നനഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞ് കേട്ടോ. ഞങ്ങൾ സ്പൂണും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. മടൽ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ അങ്ങോട്ട്. അതെ, ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഞണ്ടിനെ പിടിക്കാനൊക്കെ പോയി. നല്ല അടിപൊളിയായിരുന്നു. പിന്നെന്താണ്,
പിന്നെന്താ, എല്ലാവരും വെള്ളത്തിലൊക്കെ കളിച്ച് ഇതൊക്കെ ക്ഷീണിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടു, ഇവിടെ കിട്ടുന്നൊരു തരം കക്കയാണ് കേട്ടോ ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ കുക്കിംഗ് ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. വെയിറ്റിങ്ങിലാണ്, വിശപ്പൊക്കെ തുടങ്ങി എല്ലാവർക്കും. അങ്ങനെ വേണ്ടേ ഫുഡെല്ലാം റെഡിയായി. ഞങ്ങളിവിടുന്ന് ഫുഡെല്ലാം കഴിച്ച്, കാരണം മഴയുടെ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങളിതിപ്പോൾ തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ്. പിന്നെന്താ, മോളും ഭയങ്കര ഹാപ്പിയായിരുന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തത് ഇതിൻ്റെ അകത്ത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുണ്ട് ഈ ഫോട്ടോസൊക്കെ. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.